ഈയിടെ വല്ലാതെ ആശങ്ക പ്രകടിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആശങ്കകൾ, താക്കീതുകൾ ഒക്കെയാണ് നിരന്തരം നൽകുന്നത്. അല്ലാതെ കൃത്യവും വ്യക്തവുമായ നടപടിയും ആ നടപടി നടപ്പിലാക്കാനുള്ള ഒരു ആർജവവും നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോൾ കോടതി ആശങ്കപ്പെട്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിനാണ്. അതായത് NCERTയുടെ 8ാം പാഠപുസ്തകത്തിലെ ഒരു അധ്യായത്തിൽ ജുഡീഷ്യറിയുടെ അഴിമതി എന്ന് പറയുന്ന തലക്കെട്ടിൽ ഒരു പാഠം പ്രത്യക്ഷപ്പെട്ടത്രേ. അതിൽ ജുഡീഷ്യറിയിൽ നടക്കുന്ന സംഗതികളെ സംബന്ധിച്ച് കുട്ടികളിലേക്ക് അത്തരം സംഗതികൾ എത്തിക്കുന്നത് ജുഡീഷ്യറിയെക്കുറിച്ച് അവമതിപ്പും അതുപോലെ തന്നെ ഒരു മതിപ്പില്ലായ്മയും ബാക്കിയുള്ള അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടിയുള്ള ഒരു ശ്രമമാണെന്നാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നത്. ആ സംഭവത്തിൽ ഒരുപാട് ന്യായാധിപന്മാരും അഭിഭാഷകരും ഒക്കെ അസ്വസ്ഥരാണെന്നും ഞാനത് ഉടൻ സ്വമേധയാ പരിഗണിക്കാൻ പോവുകയാണെന്നും ഒക്കെ പ്രകടിപ്പിച്ചതായൊരു വാർത്ത കണ്ടു. ബഹുമാനപ്പെട്ട കോടതി, ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന ദുർബലപ്പെട്ടാൽ പിന്നെ ഈ പറയുന്ന കോടതി അടക്കമുള്ളവ അപ്രസക്തമാകും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ നടക്കുന്നുണ്ട്. പുള്ളിയുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അതുകൂടാതെ കുറേ മനുഷ്യർ ഇത് ഉറക്കെ പറയുന്നുണ്ട്. മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ, മുസ്ലിങ്ങളെ അപമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ചാരാൻ വേണ്ടി എന്ന പേരിൽ മുഗൾ രാജാക്കന്മാരെ പറയുമ്പോഴൊക്കെ അതൊക്കെ ചരിത്രപരമായ ആഖ്യാനങ്ങളായും ദേശീയതയുടെ ഉയർത്തിപ്പിടിക്കലായും ഒക്കെ വ്യാഖ്യാനിച്ച് തട്ടുമ്പോൾ കാഴ്ചക്കാരല്ലേ എല്ലാവരും. അവസാനം ഇതെത്തിച്ചേരുന്നത് എവിടേക്കാണ്? എല്ലാം കടമുഴക്കുന്ന അനാർക്കിയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു അസ്വസ്ഥതയിലേക്കാകും ഭരണഘടന നഷ്ടപ്പെട്ടാൽ എത്തിപ്പെടുക. അങ്ങനെ ഭരണഘടന നൽകുന്ന ബലമാണ് ആർക്കുള്ളത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കുമുള്ളത്, ഹൈക്കോടതിക്കുമുള്ളത്, എല്ലാ കോടതികൾക്കുമുള്ളത്. ഇതിപ്പോൾ മേഞ്ഞ് അതിൻ്റെ പരിധിയും പരിമിതിയും ഒക്കെ ലംഘിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരോടെങ്കിലും ഈ മുസ്ലിം വിഭാഗത്തെ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തെ, അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തെ ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രീണനമാണ്, അവരെ അങ്ങനെ ആക്കാനാണ്, ഇങ്ങനെ ആക്കാനാണെന്നുള്ളതല്ല. നമ്മൾ വീടുകളിൽ പോലും ഒരു അലിഖിത നിയമമായി നിലനിൽക്കുന്ന ബന്ധങ്ങളങ്ങ് അവസാനിച്ച് പോയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പിന്നെ ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത് ലിഖിത നിയമങ്ങൾ അപ്രസക്തമായാൽ എന്താണ് സംഭവിക്കുക? അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിലെങ്കിലും സുപ്രീം കോടതി ആശങ്കപ്പെടുന്നു എന്നറിയുന്നതിൽ എനിക്കുള്ളത് ആശ്ചര്യം, സത്യം.